അള്ളാഹു ചില കാര്യങ്ങളെ വളരെ ബഹുമാനിച്ചിട്ട് അത് അള്ളാഹുവിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കഅബ നമുക്കറിയാം, ബൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനം എന്നാണ് കഅബയെ കുറിച്ച് പറഞ്ഞത്. അത് അള്ളാഹു പള്ളികളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഭവനമാണെന്ന്. എന്ന പോലെ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം, ആ ഒട്ടകത്തെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാസങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു ഷഹറുല്ലാഹിൽ മുഹറം. അല്ലാഹുവിന്റെ മാസമാണ് മുഹറം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മുഹറം മാസത്തെ കുറിച്ചിട്ട് ഈ മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് പോയപ്പോൾ അവിടെ യഹൂദികളായ ആളുകള് മുഹറം മാസത്തിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. മുഹറം 10 ആശുറായിന്റെ നോമ്പ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖദീമൽ മദീനത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് യഹൂദികളെ എങ്ങനെയാണെന്നറിയുമോ? ഫവജദൽ യഹൂദ സിയാം, അവിടെയുള്ള യഹൂദികളൊക്കെ നോമ്പുകാരാണ്. ഏത് നോമ്പ്? യൗമ ആശുറാ, ആശുറായിന്റെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് യഹൂദികള്. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, മാ ഹാദൽ യൗമ അല്ലദീ തസൂമൂൻ, ഈ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കാനുള്ള കാരണമെന്താണ്? ഫഖാലൂ, ജൂതന്മാര് പറയാണ്, ഹാദൽ യൗമുൽ അളീം, ഇത് വല്ലാത്ത പുണ്യമുള്ള ദിനമാണ്. അൻജല്ലാഹു ഫീഹി മൂസാ വ ഖൗമഹു, മൂസാ നബിയെയും മൂസാ നബിയുടെ ജനതയെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറത്തിന്റെ 10-നാണ്, ആശുറായിന്റെ ദിനത്തിലാണ്. വറഖ ഫിർഔനു വ ഖൗമഹു, ഫറോവയെയും ഫറോവയുടെ സൈന്യങ്ങളെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞതും മുഹറത്തിന്റെ ആശുറായിലാണ്. ഫസാമഹു മൂസാ ശുക്രൻ, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നന്ദി കാണിച്ചുകൊണ്ട് അല്ലാഹുവിന് നോമ്പനുഷ്ഠിക്കുകയാണ്. ഫനഹ്നു നസൂമു, അതുകൊണ്ട് മൂസാ പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് ഞങ്ങളും ആ ദിവസം നോമ്പനുഷ്ഠിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു, ഫനഹ്നു അഹഖു ഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ കടപ്പാട്, നിങ്ങളെക്കാൾ ബന്ധം ഞങ്ങൾക്കാണ് മൂസാ നബിയോട് എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. എന്ന് മാത്രമല്ല, ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുകയാണ്. വഅമറ ബിസ്സിയാം, നോമ്പനുഷ്ഠിക്കാൻ സ്വഹാബികളോട് കൽപ്പിക്കുന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഖാലഫുൽ യഹൂദ്, യഹൂദികളോട് നിങ്ങൾ എതിരാവുക. സൂമു യൗമൻ, നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ഖബുലഹു വ യൗമൻ വ ബഅദഹു, അതിന്റെ ശേഷവും മുമ്പും ഓരോരോ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ജൂതന്മാരോട് നിങ്ങൾ എതിരാവുക. മുഹറത്തിന്റെ 9-നും മുഹറത്തിന്റെ 10-നും മുഹറം 11-നും നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. യഹൂദികൾ ചെയ്യുന്ന അതേ പ്രവർത്തനം നമ്മൾ ചെയ്യണ്ട, അവരോട് നീ എതിരാവണം. മുഹറത്തിന്റെ 9-നും നോക്കട്ടെ, മുഹറം 11-നും നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുകയാണ്. മുഹറം 10-ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്വർഗവും നരകവും കലവും അർശും ലൗഹുൽ മഹ്ഫൂദും തുടങ്ങി അല്ലാഹു ഒരുപാട് സംഭവങ്ങളെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്, ആശുറായിനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിച്ചത് മുഹറം 10-നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് മുഹറം
10-നാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച കിട്ടിയത് മുഹറം 10-നാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനിക്ക് ആരോഗ്യം തിരിച്ചു കൊടുത്തത് മുഹറം 10-ലാ. സുലൈമാൻ നബിക്ക് ലോക ചക്രവർത്തിയായിട്ടുള്ള പദവി കൊടുത്തത് മുഹറം 10-നാ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട ആ സംഭവത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാ. ആദ്യമായി കൊണ്ട് മഴ വർഷിച്ചതും മുഹറം 10-നാണ്. മാത്രമല്ല മുഹറം 10-ന്റെ നോമ്പ് റസൂലുള്ള പറയുകയാണ്, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹറുല്ലാഹിൽ മുഹറം വഹുവ ആശുറാ. അള്ളാന്റെ മാസമായ മുഹറം ഉണ്ടല്ലോ, അതിലെ ആശുറാ നോമ്പാണെന്ന് ഹബീബായ സയ്യിദ് മുഹമ്മദുർ റസൂലുള്ളാഹ്